ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇന്ന് അലിപ്സ് അവള് വരും. അപ്പോൾ അതായത് എൻ്റെ സിസ്റ്റർ. അപ്പോൾ അവളെ വരുമ്പോൾ അവളെ കംപ്ലീറ്റായി ഇഗ്നോർ ചെയ്യാൻ പോകുന്ന പ്രാങ്കാണ്. പ്രാങ്ക്. ഓക്കെ ഗൈസ്, അവൾ വന്നു. എനിക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവൾ എത്തിയപ്പോൾ എന്നെ ഫോൺ വിളിച്ച് താഴേക്ക് വിളിച്ചു, ഓട്ടോയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ലേറ്റായി. ഇവളെൻ്റെ പൈസ കൊടുത്തു. അപ്പോൾ ഇത് നടന്നില്ല. സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ എന്തായാലും പ്രാങ്ക് നടക്കൂല. പിന്നെ എന്നിട്ടടി പോർക്കാ കൊറിയൻ. ഓക്കെ. അപ്പോൾ എന്തോ ഇംഗ്ലീഷിലൊന്നും പേര് കൊടുത്തിട്ടില്ല. സ്ക്വാഡ് ഒന്നും. പിന്നെ തന്നെയാടി അൻസും നൂഡിലോ ഇവിടെ തൊള്ള ഓർക്കില്ല. പിന്നെ ഇത് ഇത് കണ്ടിട്ട് ചോക്ലേറ്റ് പോലത്തെ സംതിങ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് വേഫറുള്ള ഇതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. റിവ്യൂ അല്ലല്ലോ, എന്താ പറയുക, ടേസ്റ്റ് റിവ്യൂ ഓക്കെ റിവ്യൂ. പിന്നെ ഇത് ചപ്പഗറ്റി സ്പെഗറ്റിയുടെ ഒറിജിനൽ വെർഷൻ. സ്പെഗറ്റിയുടെ ഒറിജിനൽ വെർഷൻ ചപ്പഗറ്റി. പിന്നെ ഈ ക്യാമറ മര്യാദ ഓക്കെ അല്ലേ? ക്യാമറ വെക്കണ പോലെ വെക്കി. അല്ല എടി ഇങ്ങനെ വെച്ചാൽ എന്താ കുഴപ്പം? എങ്ങനെ വെച്ചാൽ എന്താ കുഴപ്പം? ബാക്ക്ഗ്രൗണ്ട് നീ കാണിച്ചു വെച്ചേക്കണ പോലെ നോക്ക്. എനിക്കറിഞ്ഞൂടാ അതൊക്കെ എവിടെയാന്ന്. നീ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെക്കാം. ഓക്കെ ഓക്കെ ആണോ? നീ എനിക്ക് ബാക്കിൽ ഇരിക്കണം. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നീ പിന്നെ ഈ വീഡിയോ ഇടാൻ പറ്റില്ല, ഈ ക്ലിപ്പ് ഇടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും കുക്ക് ചെയ്യേണ്ടാത്ത സാധനം. കുക്ക് ചെയ്യുന്ന സാധനം നമുക്ക് നാളെ പിടിക്കും. ഓക്കെ. അൺബോക്സ്. ഓക്കെ. സോ ദിസ് ഈസ് ചോക്ലേറ്റ്. അല്ലെങ്കിൽ സ്വീറ്റ് ട്രീറ്റ്സ് എന്നാണെങ്കിലും. ഇതിൽ എത്ര പീസ് ഉണ്ടോന്ന് ഇനി പെട്ടെന്നാണ് 1 2 3 4 5 9 എനിക്ക് ഓർമ്മ കൂടെ 10 അങ്ങനത്തെ സംഖ്യ. ഓക്കെ. അപ്പോൾ 1 मेरा 1 तेरा, 2 मेरा 2 तेरा, 3 मेरा 3 तेरा. ഓക്കെ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പങ്കിടുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഹനീക്ക് 1 तेरा. പോയിടി ഗുണ്ടായിസം കാണിക്കണ. നീ കഴിക്ക്, പിന്നെ കൊണ്ടുപോയി. ഇത് ഞാൻ ഇങ്ങനെയല്ല കേട്ടോ വിചാരിച്ച കുറച്ചും കൂടി തിക്കായിരിക്കുന്നു. ശരിയാ ഫോട്ടോയില് കാണുന്നില്ല. എങ്ങനെയുണ്ട്? ഒന്നുമില്ല. ഡിസപ്പോയിന്റിംഗ്. നോർമൽ മിൽക്ക് ബിക്കീസ്. അതാ അതിനാണ് അത്രയും പാക്കിങ്ങും ഷോവും. മിൽക്ക് ബിക്കീസ് മിൽക്ക് ബിക്കീസ് അവിടെ എഴുതിയിട്ടുണ്ടാ? ചുമ്മാ മിൽക്ക് ബിക്കീസിന് ഇതിനെക്കാളും എക്സ്ട്രാ ക്രീം ഉണ്ടാവും. ഇതിന് ക്രീമും കൂടി ഇല്ല. പക്ഷെ ഫോട്ടോയിൽ ക്രീം ഉണ്ട്, കണ്ടോ? ദിസ് ഈസ് ചീറ്റിംഗ്. പക്ഷെ ക്രീം ഇല്ലാണ്ടാണ് മിൽക്ക് ബിക്കീസിന്റെ ടേസ്റ്റ്. മിൽക്ക് ബിക്കീസിൽ ക്രീം ഉള്ള കാരണമാണ് മിൽക്ക് ബിക്കീസിന്റെ ടേസ്റ്റ്. വെറും ബിസ്ക്കറ്റ്. ഇത് ഞാൻ അവിടെ എഴുതിയേക്കൊണ്ട് നോക്കുന്നു. എന്തോ സൊറയാ അങ്ങനെ എന്താ ആയിരുന്നു. ഇത് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. സൊറ സ്നാക്ക്. വീറ്റ് ഷുഗർ മിൽക്ക് പീനട്ട് സോയാബീനോ? ശരി. സോയാബീൻ എന്താ? പപ്പ എല്ലാം നേരത്തെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് മതിയായിരുന്നു. നാട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ. സോറി കണ്ടിട്ടുന്നില്ലല്ലേ. ഇതാ സംഭവം. പക്ഷെ ഞാൻ മുമ്പ് നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റിങ് ഞാൻ പറയാം. ആദ്യം കഴിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എന്തോ കഴിച്ചു. കപ്പലിൻ്റെ മിഠായിയുടെ ടേസ്റ്റ് ആണോ?
മനസ്സിലാവണില്ല. എന്തോ നമ്മള് അവിലൊക്കെ വറുത്ത പിന്നെ ഷുഗർ കൂട്ട് ചെയ്ത പോലെ ഒരു അവില്. ഐ ഹാവ് ഹൈ ഹോപ്സ് വിത്ത് ദിസ് ആൻഡ് ദിസ്. ഇതെല്ലാം നമ്മുടെ ഈ വാക്കിൽ നാളെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ ഇവു? സോ ഞാനിവിടെ പറയുന്നു ബൈ ബൈ, സീ യു ലേറ്റർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതായിരിക്കും. പ്രാങ്ക് മാറി വാട്ട് 8 at night ആയി പോയി. എല്ലാവരും സഹകരിക്കേണ്ടതാണ്. ലൂയിസിയാണ് ചിക്കൻ ബർഗർ. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് പാവം അലിപ്സിൻ്റെ വെജിറ്റേറിയൻ ഫുഡാണ്. കൊള്ളാലോ, ഇതും കൊള്ളാം. ഹലോ ഗൈസ്, അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവൾ തിരിച്ചു പോയി. ഇപ്പം അവൾ പോയിട്ട് എത്ര ഒരു 2 ആഴ്ച ആവാറായി. എന്നിട്ടും ആ മാഗിയിലെ നൂഡിൽസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അവൾ പോകുന്നതിനെക്കാട്ടും മുന്നേ ഒരുമിച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഒരു താല്പര്യം വന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു. ഞാൻ വെള്ള ഡ്രസ്സ് ഇട്ട് എപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇങ്ങനെ തെറിക്കും. ഞാൻ പിന്നെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ടു. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കണം. ഓക്കെ, പിന്നെ ജ്യൂസ് ഉണ്ടാക്കണം. ഇൻസ്ട്രക്ഷനൊന്നുമില്ല, ഇതെല്ലാം കുക്ക് ചെയ്തിട്ട് ഇതിനകത്തുള്ള മസാല പാക്കറ്റ് എന്തോ മിക്സ് എടുത്തിട്ട് ഇതെടുത്ത് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. വയ്യാതിരുന്നപ്പ എന്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് പെണ്ണും ഇതാണോ ആണെന്നാണ്. പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഞാൻ ജസ്റ്റ് ഗസ്സിങ്. ഇത് പെണ്ണ്, ഈ ഓറഞ്ച് ആണ്. ഫുഡിനാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് തുടങ്ങണം. ബാക്കിൽ വൃത്തികേടൊക്കെ ഉണ്ട്. വൃത്തികേടുള്ള പാത്രങ്ങളാണ്. മനുഷ്യന്മാര് ചായപാത്രത്തിൽ കാപ്പി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ സാധനത്തിൽ ഉണ്ടാക്കാം. ഇതാണ് ഡവറ. ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുക. കണ്ട, അടുക്കളയിൽ നിന്ന് മാറിയപ്പോൾ അവർക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. വെറും ഒരു വെഗ്ലി. അതാ നോക്കൂ ആ സൗണ്ട് കേട്ടോ. അതൊരു ടോയ്ലറ്റ് പോകുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. അവരാണ് ലിറ്റർ ബോക്സ് വെച്ചേക്കണം. ഇവള് മാന്യം മര്യാദ ഉള്ള കൊച്ചാണ്. ഇവള് ലിറ്റർ ബോക്സിൽ പോയേ കാര്യം സാധിക്കുള്ളൂ. പക്ഷെ അവൻ കട്ടിലിൻ്റെ അടി, സോഫയുടെ ബാക്ക്, ബാദിന്റെ മുക്ക്. പേര് ഇതുവരെ ഇട്ടിട്ടില്ല. ഞങ്ങൾ എടാ ഇടിയെന്നാണ് ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഒരു കമന്റ് ഒന്നുണ്ടായിരുന്നു, ഡിങ്കു മിങ്കു ഈസ് ഫ്രൈയിങ്. അപ്പം എനിക്ക് ഡിങ്കു മിങ്കു എന്നുള്ള വേസ്റ്റ് ആയിട്ട്. സോ ഡിങ്കു മിങ്കു കൺസിഡർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറേ ഇംഗ്ലീഷ് പേരുകൾ സജസ്റ്റ് ചെയ്തില്ലേ, ഓറിയോ, കുക്കീസ്, അങ്ങനെ കുറേ ഇംഗ്ലീഷ് പേരൊക്കെ സെലക്ട് ഞങ്ങൾ പറഞ്ഞില്ല. എനിക്ക് ഇംഗ്ലീഷ് പേരുകളോട് വലിയ താല്പര്യമില്ല. മലയാളം ടച്ച് വരുന്ന പേരുകളോടാണ് ഇച്ചിരി ഇങ്ങനെയായിരിക്കും. ഇതാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതെന്തോ ഓയിലാന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു മിക്സ്, ഇതും എന്തോ ഒരു മിക്സ്, 3 മിക്സ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. ഓക്കെ, യൂട്യൂബിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആസ്ക് മീ എനിത്തിങ് എന്നാണ് ഇട്ടേക്കണം. അതിൽ കുറച്ച് പൈസ ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാൻ എൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു Q&A വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണാത്തവരാണെങ്കിൽ അവിടെ പോയി നോക്കിയാൽ എൻ്റെ പോസ്റ്റ് കാണാം. ആസ്ക് മീ എനിത്തിങ് എന്നുള്ള ഒരു പോസ്റ്റ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും വന്ന് ചോദിക്കാം. ഓക്കെ, നിൽക്കുന്നു അതേ പോകുന്നു.
ഇനി ഇറങ്ങാൻ പറ്റുമോ സൗദിക്ക്? ഇല്ല അല്ലേ? പൊട്ടിക്കത് വിടറി. ഇതാണ് ഇതിൻ്റെ ഒരു സെർവിങ്. ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതും കൂടെ പൊട്ടിച്ച് ഇട്ട് മിക്സ്. ഒരു ബേൺ സ്മെൽ, കരിഞ്ഞൊരു മണം. എനിക്കിത് കഴിക്കാൻ പേടിയാണെന്ന് കണ്ടിട്ട്. ഓക്കെ, ആ സ്കേറി ക്രീപ്പി മാഗി അല്ല സോറി, നൂഡിൽസ് ഈസ് റെഡി. നോക്ക്, ടു ഡാർക്ക്. ഡസന്റ് സ്മെൽ നൈസ്. അങ്ങനെ ഗൈസ് നമുക്കിത് കഴിച്ച് നോക്കാം. കണ്ടിട്ട് എനിക്ക് സത്യമായിട്ടും കഴിക്കാൻ തോന്നില്ല, പക്ഷേ ഫോർക്ക് എടുക്കാമായിരുന്നല്ലേ. ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ട പ്രശ്നമാണോ? How can anyone mess up noodles? Instant noodles. ഇത് എൻ്റെ കുഴപ്പമില്ല. Nobody can mess up instant noodles. ഇതിൽ കുറച്ച് ഉപ്പ് വേണ്ട. നല്ല സ്മെല്ലല്ല, നല്ല ടേസ്റ്റ് അല്ല, കാണാൻ കൂടി അപ്പറ്റൈസിങ് അല്ല. മേ ബി ഇതൊക്കെ ഞാൻ ഒരു ടി വി മീൻസ് എന്തെങ്കിലും ഷോയിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊള്ളാലോ, പക്ഷെ കഴിക്കുമ്പോൾ ഇതൊന്നുമില്ല. എന്തോ സോസ് കരിഞ്ഞ ഫ്ലേവർ. സ്പൂൺ നോക്ക്, ആ സാധനം കണ്ടില്ലേ? അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇടാനൊരു പ്രശ്നമാണ്. ഞാൻ സൈഡിൽ നിന്നൊക്കെ കടിക്കാൻ നോക്കിയത്. ഓക്കെ, ഒന്നും കൂടെ എടുത്ത് നോക്കട്ടെ. കൊള്ളില്ല എന്ന് പറഞ്ഞ് പാത്രം ഇപ്പം കാലിയാവില്ലേ. വൃത്തിയുടെ ടേസ്റ്റല്ല, പക്ഷെ ഇതിനും വേറെ നമുക്ക് മാഗി വെറുതെ തിളപ്പിച്ചിട്ട് ഇച്ചിരി സോയ സോസ് ഒഴിച്ചിട്ട് കഴിക്കാം. അത്രേ ഉള്ളൂ. അത്രയ്ക്കും ബാഡ് സ്മെല്ല. എന്താ പൂച്ച ഫുഡാ? പൂച്ച ഫുഡല്ല. Fine. Oh my god. ട്രൈ ചെയ്യ്. കടലക്കറിയാ? കടലക്കറിയാ? അതല്ല. അതിനെ ഞാൻ ഇങ്ങനെ കടലക്കറി ഇതിലും ടേസ്റ്റ് നല്ല. അതല്ല, കടലക്കറിന്റെ സ്മെല്ല്. കടലക്കറിന്റെ സ്മെല്ല് അടുത്താണോ? ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ പയറ്. ചെറിയ ചെറുത്. അപ്പൊ ഹനീൻ ഇത് ട്രൈ ചെയ്യാൻ പോണ. ട്രൈ ചെയ്യും. മിക്സ് ചെയ്യണ്ട. അടിയിലെ മറ്റേ സോസസ് ഒക്കെ ഒരുപാട് താഴ്ന്നു പോയിട്ടുണ്ട്. മേലെ നിന്ന് എടുത്തിട്ട് ട്രൈ ചെയ്യും. I don't want to eat in front of camera. It's okay. Especially noodles. And taste. There's no flavor. There is no flavor. അതാണ് ഞാനും പറയണേ. Just plain noodles. പക്ഷെ കുറെ കറുത്ത കളറ്. And smells weird. Yeah. Mix ചെയ്യട്ടെ? വേണ്ട മിക്സ് ചെയ്യണ്ട.